Hello everyone, welcome back to B tutorial. ഇന്ന് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് സെറ്റുകാർക്ക്, അതുപോലെ തന്നെ KTETകാർക്ക്, അതുപോലെ നമ്മളുടെ HSA പോലെ ഉള്ള എക്സാമുകൾക്ക് ടീച്ചിങ് എലിജിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടെസ്റ്റുകൾക്കും യൂസ്ഫുൾ ആകുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. അതുപോലെ തന്നെ BEdകാർക്കും നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് BEdകാർക്കുള്ള മോക്ക് ടെസ്റ്റ് ചെയ്യുമെന്നുള്ളത്. ഇനി ശരിക്കും അതിന് പ്രത്യേകിച്ച് മോക്ക് ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന എല്ലാ മോക്ക് ടെസ്റ്റുകളും BEdകാർക്ക് യൂസ്ഫുള്ളാണ്. അതായത് ഫിലോസഫി ആവട്ടെ, ടെക്നോളജി ആവട്ടെ, സൈക്കോളജി ആവട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് BEdകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനിയൊരു പ്രത്യേകം അതിനുവേണ്ടി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ടീച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ടീച്ചറിൻ്റെ എൻവിയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടീച്ചിങ് പ്രോസസ്സിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിനകത്ത് വന്നേക്കുന്നത്. 21 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആകും, എനിക്ക് ഉറപ്പാണ്. യൂസ്ഫുൾ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകൾ കമൻറ്റ് അയക്കുകയും വേണം. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം: ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് ഈസ് knowing the background of the learner, planning beforehand, organizing material to be taught, setting evaluation strategies. ആൻസർ ഇവിടെ വരുന്നത് നോയിങ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ലേണർ ആണ്. ഇവിടെ എന്താ വരാൻ കാരണം, നമ്മൾ ടീച്ച് ചെയ്യണതിന് മുന്നേ, അത് നമ്മൾ ടീച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ മെറ്റീരിയലിനെ ഓർഗനൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് സെറ്റപ്പ് ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനുശേഷം നമ്മൾ പഠിപ്പിക്കുക. അതാണ് ഒരു ടീച്ചറിൻ്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത്. ആദ്യം കുട്ടികളെക്കുറിച്ച് മനസ്സിലാക്കുക, നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ലേണർ. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത്തെ ചോദ്യം: ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചേഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈസ് വിത്ത് the children, the headmistress, the teacher himself, the community. ആൻസർ ഇവിടെ വരുന്നത് ദ ടീച്ചർ ഹിംസെൽഫ് ആണ്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്, ഒരു ടീച്ചറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടീച്ചറിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്താണ്? ടീച്ചർ ആദ്യം ആരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ടീച്ചറോട് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. ടീച്ചറുടെ വ്യക്തിത്വത്തിൽ, ടീച്ചറുടെ ക്യാരക്ടറിലാണ് ആദ്യം ടീച്ചർ എന്ത് ചെയ്യേണ്ടത്? ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മളുടെ മൂന്നാമത്തെ ചോദ്യം: വൺ വിൽ ഹാവ് മോർ ചാൻസ് ഓഫ് ബീയിങ് സക്സസ്ഫുൾ ആസ് എ ടീച്ചർ ഇഫ് ഷീ ട്രെയിൻഡ് ഇൻ എ ടീച്ചിങ്, ഷീ ഈസ് competent enough in her subject, she belongs to the family of teachers, she can organize her teaching learning activities systematically and conveys the same effectively. ഒരു സക്സസ്ഫുള്ളായ ടീച്ചറിന് ഇവിടെ വേണ്ടുന്ന ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്നവരിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ടീച്ചറിനായിരിക്കും നല്ല രീതിയിൽ നല്ലൊരു ടീച്ചറാവാൻ കഴിയുന്നത്, സക്സസ്ഫുള്ളായ ഒരു ടീച്ചറാവാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ നല്ല രീതിക്ക് ട്രെയിൻ ചെയ്ത ഒരു ടീച്ചറായിരിക്കണം. രണ്ടാമത് പറയുന്നു സബ്ജക്റ്റിൽ നല്ല കോമ്പീറ്റൻ്റ് ഉള്ള, നല്ല അറിവുള്ള ആളായിരിക്കണം. മൂന്നാമത് പറയുന്നു ടീച്ചേഴ്സിൻ്റെ ഫാമിലിയിൽ അധ്യാപക കുടുംബത്തിൽ പിറന്ന ഒരു ടീച്ചറായിരിക്കണം അല്ലെങ്കിൽ ഒരു കുട്ടിയായിരിക്കണം. ഷീ ക്യാൻ ഓർഗനൈസ് അല്ലെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ലേണിംഗ് മെറ്റീരിയൽസിനെ നല്ല രീതിക്ക് സിസ്റ്റമാറ്റിക്കലായിട്ട് നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് നല്ല എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ കഴിയണം. ഇതിൽ ഏത് രീതിക്കായിരിക്കും നല്ലൊരു ടീച്ചറാകാൻ കഴിയുന്നത്? ലാസ്റ്റ് പറഞ്ഞ ഓപ്ഷനാണല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഷീ ക്യാൻ ഓർഗനൈസ് ഹർ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കൺവേസ് ദ സെയിം എഫക്റ്റീവ്ലി. ഇനി അടുത്ത് നാലാമത്തെ ചോദ്യം: അറേഞ്ച് ദ ഫോളോവിങ് ടീച്ചിങ് പ്രോസസ് ഇൻ എ ഓർഡർ റിലേറ്റിംഗ് ദ പ്രസൻറ്റ് നോളജ് വിത്ത് ദി പ്രീവിയസ് നോളജ്, അസസ്മെൻറ്റ്, റെമഡിയൽ ടീച്ചിങ്, presentation of content and material, formulating objectives.
കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഓർഡറിലാക്കിയോ? ഓക്കെ, ഇനി ആൻസർ പറയുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ടീച്ചിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ, അതായത് ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഓർഡറാണ് നമ്മൾ പഠിക്കുന്നത്. അത് നന്നായിട്ട് പഠിച്ചു വെച്ചോളുക. ആദ്യം പറയുന്നു ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, ആ കുട്ടിയിലൂടെ കുട്ടിക്ക് എന്ത് നേടിയെടുക്കണം, നമ്മൾ പഠിപ്പിക്കുന്നതിലൂടെ ആ കുട്ടി എന്ത് നേടിയെടുക്കണം, അതെല്ലാമുള്ള ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആദ്യം ഫോം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കണ്ടൻറ്റും ആ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്ക് എന്തുമാത്രം കാര്യങ്ങൾ പ്രീവിയസ് നോളജ് ഉണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. മൂന്നാമത് പറയുന്നു പ്രസൻറ്റിങ് ദ കണ്ടൻറ്റ് ആൻഡ് മെറ്റീരിയൽ. അതിനുശേഷം നമ്മൾ നമ്മളുടെ കണ്ടൻറ്റ് കുട്ടികൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. നാലാമത് അസസ്മെൻ്റ് ആണ്. അതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അസസ് ചെയ്ത് നോക്കുക. ആ അസസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കുട്ടികൾക്ക് എന്താണ് മനസ്സിലാകാത്ത പോർഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, റെമഡിയൽ ടീച്ചിങ് കൊടുക്കുക. അപ്പോൾ ഇതാണ് കറക്റ്റ് ടീച്ചിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ടീച്ചിങ് പ്രോസസ്സിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫോർമുലേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, റിലേറ്റിംഗ് ദ പ്രസൻറ്റ് നോളജ് വിത്ത് ദി പ്രീവിയസ് നോളജ്, presentation of the content and materials, assessment, remedial teaching. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം, the most important function of a teacher is to impart content knowledge, maintain strict discipline, teach problem solving techniques, guide people's growth. ആൻസർ ഇവിടെ എന്താ പറയുന്നത്? ഗൈഡ് പീപ്പിൾസ് ഗ്രോത്ത് ആണ്. അതായത് ഇവിടെ ഒരു ടീച്ചറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഏതെന്നാണ്. ഒരു കാര്യം പറയാം, ഈ പഠിക്കുന്ന ചോദ്യോത്തരങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കൊന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യാൻ പഠിക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മോക്ക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇങ്ങനൊരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാൻ തരാത്തത്. കാരണം ഇതൊക്കെ നമ്മൾ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തേണ്ട ഉത്തരങ്ങളാണ്. എന്താണ് ആദ്യം പറയുന്നത്? ഇമ്പാർട്ട് കണ്ടൻറ്റ് നോളജ്. ഒരു ടീച്ചറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ കണ്ടൻറ്റ് നോളജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ല, സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതല്ല, പ്രോബ്ലം സോൾവിങ് ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതുമല്ല. എന്താണ്? കുട്ടികളുടെ വളർച്ചയെ എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക. അവരുടെ വളർച്ച, എല്ലാ വളർച്ചയും മെൻ്റലാവട്ടെ ഫിസിക്കലാവട്ടെ അങ്ങനെ എല്ലാ ഒരു ഗ്രോത്തിനെയും ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ. ഇനി അടുത്ത് ആറാമത്തെ ചോദ്യം, എഫക്റ്റീവ് ടീച്ചിങ് ഈസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ. എഫക്റ്റീവ് ആവണം, ടീച്ചിങ് എഫക്റ്റീവ് ആവാൻ ഇവിടെ എന്താ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീച്ചേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്, ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ് ടീച്ചിങ്, സ്റ്റുഡൻസ് ലെവൽ ഓഫ് ഇൻ്റലിജൻസ്. ഇവിടെ എന്താ വരുന്നത്? ടീച്ചറിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇല്ലേ. നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിഞ്ഞാലേ എന്താവും, നല്ലൊരു എഫക്റ്റീവ് ടീച്ചിങ് ഉണ്ടാവത്തുള്ളൂ. നമ്മളിങ്ങനെ വിക്കി അല്ലെങ്കിൽ എന്താണ് നമുക്ക് നമ്മളുടെ മനസ്സിലുള്ള കണ്ടൻറ്റ് കുട്ടികൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നറിയാതെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമായിട്ട് നിന്നിട്ട് അങ്ങനെയൊക്കെ നിന്നാൽ നല്ലൊരു എഫക്റ്റീവ് ടീച്ചിങ് ആവുമോ? ഇല്ല. നമുക്കിങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് നല്ല രീതിക്ക് സംസാരിച്ച് പോകാൻ പറ്റണം, അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മളുടെ ക്ലാസ് അത്രത്തോളം എഫക്റ്റീവ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ ആൻസർ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇനി വേറെയും ഓപ്ഷൻസ് വന്നിട്ട് ചോദിക്കാം, പക്ഷേ നമ്മൾ ഇതിനകത്തുനിന്ന് ചൂസ് ചെയ്തേക്കുന്ന ഉത്തരം ടീച്ചറിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇനി അടുത്ത് എട്ടാമത്തെ ചോദ്യം, എ ടീച്ചർ വാണ്ട്സ് ടു പ്രൊവൈഡ് ഗ്രൂപ്പ് ഗൈഡൻസ് ഇൻ ഹെർ സ്കൂൾ. The guidance becomes successful when the group members have too many members, the group is homogeneous type, the group members cooperate with the teacher, the group is heterogeneous type. ആൻസർ കണ്ടെത്തിയോ? ഇവിടെ എന്താ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? ഒരു ടീച്ചറിന് ആ ടീച്ചറിൻ്റെ സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം. ഗ്രൂപ്പ് ഗൈഡൻസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഗൈഡൻസ് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം ഗ്രൂപ്പ് ഫോർമേഷൻ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹാവ് ടു മെനി പ്രോബ്ലംസ്. എന്താണ്, ഒരുപാട് പ്രോബ്ലംസ് ആ മെമ്പേഴ്സിനുണ്ടാവണം. രണ്ടാമത്തത്, ദ ഗ്രൂപ്പ് ഈസ് ഹോമോജീനിയസ് ടൈപ്പ്. ഹോമോജീനിയസ് ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ ആൾക്കാരും ഒരേ ഇൻ്റലിജൻറ്റ് കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ഒരേ ലെവൽ ഓഫ് ലേണിങ്ങിലുള്ള ആളായിരിക്കണം.
ഇനി മൂന്നാമത് പറയുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സ് കോപ്പറേറ്റ് വിത്ത് ടീച്ചറുമായിട്ട് കോപ്പറേറ്റ് ചെയ്തേക്കണം. നാലാമത് പറയുന്നു ഹെട്രോജീനിയസ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പിലുള്ള ആ കുട്ടികൾ ഹെട്രോജീനിയസ് ടൈപ്പിലുള്ള കുട്ടികളായിരിക്കണം. ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് എബിലിറ്റി ലെവലിലുള്ള കുട്ടികൾ, ചിലപ്പോൾ നല്ല ഹൈ ലെവലുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ ലോ ലെവലിലുള്ള കുട്ടികളുണ്ടാവും, മിഡിൽ ലെവലിലുള്ള കുട്ടികളുണ്ടാവും. എങ്ങനെയാണ് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ടൈപ്പിലുള്ള കുട്ടികളായിരിക്കണം ആ ഗ്രൂപ്പിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് അതാണ്, ഹെട്രോജീനിയസ് ടൈപ്പ് ആയിരിക്കണം. ഇനി അടുത്ത് 9ാമത്തെ ചോദ്യം. To sustain maximum attention of students in the classroom, a teacher can use variety of learning situations, narrative sequences, lecturing slowly and steadily, tutorial method. ആൻസർ എന്താണ്? വെറൈറ്റി ഓഫ് ലേണിംഗ് സിറ്റുവേഷനാണ്. ഇവിടെ എന്താ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? മാക്സിമം അറ്റൻഷൻ കുട്ടികളിൽ നിലനിർത്താൻ, ക്ലാസ്സിൽ എപ്പോഴും കുട്ടികളിൽ ആ ഒരു അറ്റൻഷൻ നിലനിർത്താൻ ടീച്ചറിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? പല വെറൈറ്റി ആയിട്ടുള്ളൊരു ലേണിംഗ് സിറ്റുവേഷൻസ് കുട്ടികൾക്ക് ക്ലാസ്സിൽ ഒരുക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികളുടെ അറ്റൻഷൻ എന്ത് ചെയ്യില്ല, ഔട്ടായി പോവില്ല. അപ്പോൾ ഇവിടെ നെറേറ്റ് സീക്വൻസ്, അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ വായിട്ട് അലച്ചാലോ അല്ലെങ്കിൽ ലെക്ചറിങ് നടത്തിയാലോ ട്യൂഷൻ പഠിപ്പിക്കുന്ന രീതിക്കില്ല ട്യൂട്ടോറിയൽ മെത്തേഡ് ചെയ്താലോ അങ്ങനെയൊന്നും കുട്ടികളുടെ അറ്റൻഷനെ പിടിച്ചിരുത്താൻ പറ്റില്ല. അറ്റൻഷൻ കുട്ടികളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പല ലേണിംഗ് സിറ്റുവേഷൻസിനെ എന്ത് ചെയ്യണം, നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവരണം. ഇനി അടുത്ത് 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ആൻ എഫക്റ്റീവ് ടീച്ചർ? ടീച്ചറുടേത് അല്ലാത്തത് ഏതാണെന്നാണ്. എ ടീച്ചർ ടീച്ചേഴ്സ് വിത്ത് എന്തൂസിയാസം, എ ടീച്ചർ ഫൈൻഡ് ഇന്നോവേറ്റീവ് സ്ട്രാറ്റജീസ് ഇൻ ടീച്ചിങ്, എ ടീച്ചർ പുട്സ് എംഫസൈസസ് മോർ ഓൺ ടീച്ചിങ് ദാൻ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, എ ടീച്ചർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് ദ സബ്ജക്റ്റ് മാറ്റർ അണ്ടർസ്റ്റുഡ് റാദർ ദാൻ കംപ്ലീറ്റിംഗ് ദി കണ്ടൻറ്റ്. ആൻസർ ഏതാ വരുന്നത്? ഇവിടുത്തെ ആൻസർ 3ാമത്തെ ഓപ്ഷനാണ്. ഇവിടെ എഫക്റ്റീവ് ടീച്ചറുടേത് അല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഏതാന്നുള്ളതാണ്. ഒരു എന്തൂസിയാസത്തിൽ പഠിപ്പിച്ചാൽ നല്ല രീതിക്കുള്ളൊരു ക്ലാസ് ആയിരിക്കും അത്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ടീച്ചിങ്ങിൽ കൊണ്ടുവന്നാലും എഫക്റ്റീവ് ടീച്ചറായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്താണ് കണ്ടൻറ്റ് തീർക്കുക എന്നതിലല്ല, കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടീച്ചറായിരിക്കണം. ഇവിടെ 3ാമത്തെ ഓപ്ഷനിൽ വരുന്നത് എ ടീച്ചർ പുട്സ് എംഫസൈസസ് മോർ ഓൺ ടീച്ചിങ്ങിൽ കുറേയധികം പ്രാധാന്യം കൊടുത്ത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഒന്നും നടത്താതെ വെറുതെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറും. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് അതാണ്. ഒരു എഫക്റ്റീവ് ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിക്ക് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ടീച്ച് ചെയ്യണം. അത് വെറുതെ കണ്ടൻറ്റ് പഠിപ്പിച്ച് പോയാൽ പോരാ, കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇനി അടുത്ത് 11ാമത്തെ ചോദ്യം. If a student in your class is weak in your subject, what will you do? ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊരു കുട്ടി നിങ്ങളുടെ സബ്ജക്റ്റിൽ വീക്കാണ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആ കുട്ടിയെ ഒന്ന് മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ. പ്രൊവൈഡ് റെമഡിയൽ കോച്ചിങ്, ഗീവ് പിയർ കോച്ചിങ്, അവോയ്ഡ് ദ സ്റ്റുഡൻറ്റ് ആസ് ഹിഫ് മേ ബി കൺസ്യൂമിങ് ദ ടൈം ഓഫ് അതർ സ്റ്റുഡൻറ്റ്, make the teaching fast so that students' comprehension level may increase. ഇവിടെ ആൻസർ ഇതാ വരുന്നത്. ഇവിടെ റെമഡിയൽ ടീച്ചിങ് ആണല്ലേ. റെമഡിയൽ ടീച്ചിങ് ആര് കൊടുക്കണം? നമ്മൾ തന്നെ കൊടുക്കണം. നമ്മളുടെ സബ്ജക്റ്റിൽ ഒരു കുട്ടി വീക്കാണ് എന്ന് തോന്നിയാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ആ കുട്ടിക്ക് റെമഡിയൽ ടീച്ചിങ് കൊടുക്കണം. അത് മറ്റുള്ളവരുടെ കുട്ടികളുടെ സമയം പോകുമെന്ന് വിചാരിച്ചോ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള റെമഡിയൽ കോച്ചിങ് കൊടുക്കണം. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യം. The approach which is not suitable for classroom management and academic engagement. Encourage initiative, behavior reinforcement, build excitement for content, give corporal punishment. ആൻസർ ഇവിടെ ഇതാണ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിന് സ്യൂട്ടബിൾ അല്ലാത്ത അപ്രോച്ച് എന്താണ്? പണിഷ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇല്ലേ. ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്താണ്? പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടല്ല ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്.
പല പല രീതിക്ക് നമുക്ക് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്, കുട്ടികൾക്കൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ളൊരു എൻകറേജ്മെൻറ്റ് നമ്മൾ കൊടുക്കുക, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ബിഹേവിയറുകൾക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മളുടെ കണ്ടൻറ്റിൽ കുട്ടികൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ കുട്ടികൾ എന്ത് ചെയ്യും, നല്ല രീതിക്ക് അറ്റൻഷനായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ച് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് 13ാമത്തെ ചോദ്യം, which of the following is not a learner-centered teaching strategies? ലേണർ സെൻറ്റേർഡ് എന്ന് വെച്ചാൽ എന്താണ്, കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് ലേണർ സെൻറ്റേർഡ്. അതായത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അവിടെ ലേണർ സെൻറ്റേർഡ് എന്ന് പറയുമ്പോൾ. അവിടെ അതിന് ആപ്റ്റ് അല്ലാത്ത രീതി ഏതാണ് എന്നുള്ളതാണ്. കോപ്പറേറ്റീവ് ലേണിംഗ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഡിസ്കഷൻ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ആൻസർ നമുക്കറിയാമല്ലോ, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ഇല്ലേ. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ടീച്ചർ കൊടുക്കുന്നതാണ്. അപ്പോൾ ടീച്ചറിനാണ് ഇവിടെ പ്രാധാന്യം. ഇവിടെ ലേണർ സെൻറ്റേർഡ് ആകുമ്പോൾ കുട്ടികൾക്കായിരിക്കണം അവിടെ എല്ലാ റോളും. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം, എ ഗുഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോഗ്രസീവ് ടീച്ചർ ഫോളോസ് ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ടീച്ചിങ്, റിസർവോയർ ഓഫ് കണ്ടന്റ് നോളജ്, അലൗസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ടീച്ചിങ്, ഫോളോ ലീനിയർ ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രസീവ് ടീച്ചർ ആകാൻ വേണ്ടുന്ന ക്വാളിറ്റി എന്തെന്നാണ് ചോദിച്ചത് അല്ലേ. പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇന്നത്തെ ലെവലിലുള്ളൊരു ടീച്ചറായിട്ട് മാറുക. നമ്മളുടെ മെത്തേഡുകളെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഹൈ സ്റ്റാൻഡേർഡിലുള്ള നമ്മളുടെ മെത്തേഡുകളാവുക. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ഫോളോ ചെയ്യുക എന്നുള്ള. ട്രഡീഷണൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ലെക്ചറിങ് ആണല്ലേ. ലെക്ചറിങ് ചെയ്യുന്ന ടീച്ചറൊന്നും എന്തല്ല, ഒരു പ്രോഗ്രസീവ് ടീച്ചിങ്ങിന് ആപ്റ്റ് അല്ല. പിന്നെ റിസർവോയർ ഓഫ് കണ്ടന്റ് നോളജ് ഒരുപാടുണ്ട്, കാര്യങ്ങളൊക്കെ ഫുൾ അറിയാം. ഇത് ഞാൻ എന്താണ്, അറിവിൻ്റെ നിറകുടമാണ് എന്നുള്ള രീതിക്ക് നടക്കുന്ന ഒരു ടീച്ചർ ഒരിക്കലും പ്രോഗ്രസീവ് ടീച്ചർ അല്ല. ഫോളോ ലീനിയർ ഇൻസ്ട്രക്ഷൻ അല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്നുമുള്ള ടീച്ചർ എന്തല്ല, ഒരു പ്രോഗ്രസീവ് ടീച്ചിങ്ങിന് ഉദാഹരണമല്ല. ക്ലാസ്സിനകത്ത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, കുട്ടികൾക്ക് ചാൻസസ് കൊടുക്കണം ഇല്ലേ. അതുപോലെ തന്നെ കുട്ടികൾ പറയുന്ന കാര്യങ്ങളെ അവരെ റീഇൻഫോഴ്സ് ചെയ്യണം. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ പ്രോഗ്രസീവ് ടീച്ചർ ആവത്തുള്ളൂ. ഇനി അടുത്ത് 15ാമത്തെ ചോദ്യം, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദ ലിസ്റ്റ് ഫോർ ടീച്ചർ മെച്യൂരിറ്റി. ടീച്ചർ മെച്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ചെയ്തതാണ് അല്ലേ. ഡിപ്പെൻഡൻറ്റ്, സബോർഡിനേറ്റ് പൊസിഷൻ, ലിമിറ്റഡ് ബിഹേവിയർ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ആക്റ്റീവ്, ലിമിറ്റഡ് ബിഹേവിയർ, ലോങ് ടൈം പേഴ്സ്പെക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ആക്റ്റീവ്, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ, ഡീപ്പ് ഇൻട്രസ്റ്റ്, ലോങ് ടൈം പേഴ്സ്പെക്റ്റീവ്സ്, ഷാലോ ഇൻട്രസ്റ്റ്, ഷോർട്ട് ടൈം പേഴ്സ്പെക്റ്റീവ്, പാസിവിറ്റി, ഇൻഡിപെൻഡൻസ്. ഇതിൽ ഒരു ടീച്ചർ മെച്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കുറേയധികം കോമ്പിനേഷൻസ് ആണ്. ആക്റ്റീവ് ആയിരിക്കണം, സൂപ്പർ ഓർഡിനേറ്റ് പൊസിഷൻ ആയിരിക്കണം, ഡീപ്പ് ഇൻട്രസ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ലോങ് ടേം പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കണം. ഇനി അടുത്ത് 16ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ദി ക്ലാസ്, to be punctual in the class, to remove the difficulties of student, to be a good orator? ആൻസർ എന്താണ്, കുട്ടികളുടെ ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യുന്ന ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ. ഇനി അടുത്ത് 17ാമത്തെ ചോദ്യം, എ സക്സസ്ഫുൾ ടീച്ചർ ഓൾവേസ് ട്രൈസ് ടു ടീച്ച് വാട്ട് എവർ ഹി നോസ്, depend more on technological support, teach at the level of student, conduct periodic evaluation to student. ഒരു സക്സസ്ഫുൾ ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ലെവലിൽ നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്താണ്, ടീച്ച് അറ്റ് ദി ലെവൽ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതൊക്കെ നമുക്ക് കാണാതെ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പലതവണ ക്വസ്റ്റ്യൻസ് വന്നില്ലേ, സക്സസ്ഫുൾ ടീച്ചർ ആവണമെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് റോള്. അപ്പോൾ ഇങ്ങ് നോക്കിക്കേ, നമുക്ക് ഓപ്ഷൻസിനകത്തുനിന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയണം. അതാണ് നമ്മളുടെ മിടുക്ക് ഈ ഒരു ഏരിയയിൽ. ഇനി അടുത്ത് 18ാമത്തെ ചോദ്യം, ഹൗ വിൽ യു ഡീൽ വിത്ത് എ ചൈൽഡ് ഹൂ ഈസ് inattentive in your class? Avoid the child, allow the child to sit in front row, use maximum learning aids in the classroom, provide diverse learning situation in short span of time. ആൻസർ എന്താണ് ഇവിടെ? ക്ലാസ്സിൽ ഇന്നറ്റൻറ്റീവ് ആയിരിക്കുന്ന കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
ലേണിംഗ് സിറ്റുവേഷൻസിനകത്ത് എന്ത് ചെയ്യണം, ഡൈവേഴ്സിഫിക്കേഷൻസ് വരുത്തണം, വ്യത്യസ്തത പുലർത്തണം. ലേണിംഗ് സിറ്റുവേഷൻസ് മാറ്റി കൊടുക്കണം. ഒരു കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ പല ലേണിംഗ് സിറ്റുവേഷൻസ് കുട്ടികൾക്ക് കൊടുക്കണം. എന്നാൽ കുട്ടികൾ എന്ത് ചെയ്യും, നല്ല അറ്റൻറ്റീവായിട്ട് ക്ലാസ്സിലിരിക്കും. ഇനി അടുത്ത 19ാമത്തെ ചോദ്യം, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്വീക്വൻസ് ഇൻ ടീച്ചിങ്ങിൻ്റെ സ്വീക്വൻസ് ഏതെന്നാണ്. ടീച്ചിങ്, പ്ലാനിങ്, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. ആ കറക്റ്റ് ഓർഡറിൽ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. റിഫ്ലക്ഷൻ, ടീച്ചിങ്, പ്ലാനിങ്, ഫീഡ്ബാക്ക്. പ്ലാനിങ്, ടീച്ചിങ്, റിഫ്ലക്ഷൻ, ഫീഡ്ബാക്ക്. പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റിഫ്ലക്ഷൻ. ആൻസർ ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ആണ്. നമ്മുടെ മൈക്രോ ടീച്ചിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അല്ലേ. പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്കിന് ശേഷം റിഫ്ലക്ഷൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. ഇനി അടുത്ത് 20ാമത്തെ ചോദ്യം, ഇൻ എ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ക്ലാസ് റൂം ദ ടീച്ചർ ഷുഡ് പ്ലാൻ ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ്, പ്രൊവൈഡ് ഫ്രീഡം ഫോർ ആക്റ്റീവ് ലേണിംഗ്, മാനേജ് സ്റ്റുഡൻറ്റ് പ്രോബ്ലംസ്, ഓൾ ഓഫ് ദി അബവ്. ആൻസർ ഇവിടെ എന്താ വരുന്നത്? ആൻസർ ഇവിടെ ഓൾ ഓഫ് ദി അബവ് ആണ്. ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ക്ലാസ് റൂമിൽ കുട്ടികളുടെ പ്രോബ്ലംസിനെ ടീച്ചർ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒന്ന് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം. അതുപോലെ തന്നെ ലേണിംഗ് എക്സ്പീരിയൻസ് വേണ്ടുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻറ് സെൻറ്റേർഡ് ക്ലാസ് റൂമിനകത്ത് ഒരു ടീച്ചർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്ത 21ാമത്തെ ചോദ്യം, the best evidence of professional status of the teaching is the ability to conduct workshop, enforcement of high standard, fixing of salary schedule, membership of teaching organization. ആൻസർ ഏതാണ്? എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഇവിടെ പറയുന്നത് പ്രൊഫഷണൽ സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്, വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നതോ, സാലറി ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുന്നതോ, ടീച്ചിങ് ഓർഗനൈസേഷനകത്ത് എന്താണ് മെമ്പർ ആകുന്നതോ ഒന്നുമല്ല. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് നമ്മളുടെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊഫഷൻ സ്റ്റാറ്റസുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, നമ്മളുടെ 21 ചോദ്യങ്ങൾ ഇല്ലേ. അപ്പോൾ ഈ ഒരു 21 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഈ ശരിക്കും 7ാമത്തെ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നു, സ്കിപ്പായിപ്പോയി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ചോദ്യങ്ങൾ. അപ്പോൾ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ, അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അതിന് നിങ്ങൾ കാത്തിരിക്കുക, ഉടനെ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.